നമസ്കാരം. ഇരട്ട പോരാട്ടം നടന്ന മണ്ണാണ് ആന്ധ്രാപ്രദേശിലേത്. എന്തായാലും ആ ഇരട്ട പോരാട്ടത്തിനൊടുവിൽ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയുടെ വൻ തിരിച്ച് വരവിനാണ് ഇപ്പോൾ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് മധുര പ്രതികാരം ചെയ്യാനാണ് നിലവിൽ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 9-ാം തീയതി തന്നെ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ TDPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. 175 സീറ്റുകളിൽ 149 സീറ്റുകളിലും TDPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. YSR കോൺഗ്രസ് 25-ൽ താഴെ സീറ്റുകളിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. പാർട്ടി ആസ്ഥാനത്ത് TDP പ്രവർത്തകർ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിന്റെ നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചന്ദ്രബാബു നായിഡുവുമായി സംസാരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി TDPയുടെ തലവനായി ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനർത്ഥം ആര് തന്നെ ഭരിച്ചാലും നിർണായകമായ ഒരു റോൾ ഉണ്ടാകാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡുവിന് തന്നെയായിരിക്കും. പല മാധ്യമങ്ങളിലും വന്ന ഒരു നെറേറ്റീവാണ് ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിന്റെ TDP കോൺഗ്രസുമായി ചേർന്ന് പോയേക്കാം, INDA സഖ്യത്തിലേക്ക് പോയേക്കാം എന്നുള്ളത്. പക്ഷേ ഇതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം ഈ ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലാക്കിയത് തന്നെ YSR കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസുമായി ഇനി ഒന്ന് ഒത്തുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവിന് ചന്ദ്രബാബു സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരു തരത്തിലും അത് രാഷ്ട്രീയപരമായി TDPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുപോക്ക് ചന്ദ്രബാബു നായിഡു നടത്തില്ല എന്ന് തന്നെയാണ് TDPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണെങ്കിൽ TDP സ്വയം കുഴി തോണ്ടുന്ന അവസ്ഥയായി മാറുകയും ചെയ്യും. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി കസേര മാത്രമല്ല ചന്ദ്രബാബു നായിഡു ഉറപ്പിക്കുന്നത്, മറിച്ച് കേന്ദ്രത്തിൽ അദ്ദേഹം കേന്ദ്ര കഥാപാത്രമാവുകയും ചെയ്യും. എന്തായാലും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ചർച്ചകളെല്ലാം. ചന്ദ്രബാബു നായിഡുവിന്റെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ഒരു കറുത്ത കുതിരയായി മാറാൻ ചന്ദ്രബാബു നായിഡുവും കൂട്ടരും തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.